സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LD ക്ലർക്ക് പരീക്ഷയുടെ മുൻ വർഷങ്ങളിലെ കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. സോ നമുക്ക് സമയം കളയേണ്ട ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2, 6, 10 എന്ന ശ്രേണിയുടെ 68-ാം പദവും 72-ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്ര? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ശ്രേണിയുടെ a+n-1 × d എന്നുള്ള nth ടേം കണ്ടുപിടിക്കുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ച് a+n-1 × d ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം അല്ലെങ്കിൽ എത്രാമത്തെ പദം എത്ര എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതുപയോഗിച്ച് ഈ 68-ാം പദവും 72-ാം പദവും ഒക്കെ കണ്ടുപിടിക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. 68-ാം പദം 68, 69, 70, 71, 72. അപ്പം 68-ാം പദവും 72-ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാ ചോദ്യം. അപ്പോൾ എത്ര പദങ്ങളുണ്ട് ഇതിനിടയിൽ? 1, 2, 3, 4. അതായത് ഒന്നുമില്ല, നിങ്ങൾ ഈ 68ഉം 72ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കുക, വലുതിന് ചെറുത് കുറച്ചങ്ങ് എടുക്കുക, 4. സോ നിങ്ങൾക്ക് ആ വ്യത്യാസം കിട്ടി. ആ വ്യത്യാസത്തിനെ ഇതിൻ്റെ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പം 2, 6, 10 എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എല്ലായിടത്തും 4 വീതം കൂടിയാണ് പോകുന്നത്, അല്ലേ? അപ്പോൾ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അതിനാണ് പൊതുവ്യത്യാസം അല്ലെങ്കിൽ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ്റെ കോമൺ ഡിഫറൻസ് എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ സാധനം തന്നെ. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ 4 ആണ്. സോ എത്ര പദങ്ങളുടെ ഗ്യാപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ 4. ആ 4നെ ആ 4 കൊണ്ട് തന്നെ അങ്ങ് ഗുണിച്ചാൽ മതി. എത്ര കിട്ടും? നമുക്ക് 16 എന്ന് ആൻസർ കിട്ടും. സോ അല്ലാതെ പദങ്ങൾ എണ്ണി കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ a+n-1 × d ഉപയോഗിക്കുകയോ ഒന്നും വേണ്ട. നേരിട്ട് നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്? 16. ഓക്കെ, സോ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി, 16. അപ്പം ഈ ഒരു കാര്യം ഒന്ന് ഓർമ്മയിലേക്ക് വെച്ചോളുക. അടുത്ത ചോദ്യം: ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏത് സമയം വരുമ്പോഴാണ് ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ 45 ഡിഗ്രി കോണളവ് വരുന്നത്? അപ്പോൾ അത് നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ ഒന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവമൊന്നുമില്ല. സോ നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ എടുത്ത് നോക്കുക, ഏതിലാണ് 45 ഡിഗ്രി വരുന്നത് എന്ന് നോക്കുക. അപ്പം ഈ കോണളവ് കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ലോക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ല, ഒരു സമയം തന്നിട്ട് അത് എത്ര ഡിഗ്രിയാണ് അതിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്: 30h - 11/2 m എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതിൽ h എന്ന് പറയുന്നത് മണിക്കൂർ സൂചിയെയും m എന്ന് പറയുന്നത് മിനിറ്റ് സൂചിയെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 7:30 ആണ്. അപ്പോൾ നമുക്ക് 7:30 എന്ന സമയം നമുക്ക് എടുക്കുമ്പോൾ അതിൽ h എന്ന് പറയുന്നത് 7ഉം m എന്ന് പറയുന്നത് 30ഉമാണ്. സോ 30 × h എന്ന് പറയുമ്പോൾ 7 മൈനസ് 11/2 × m എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? 30 ആണ്. അപ്പോൾ നമുക്ക് ഈ 2നെയും ഈ 30നെയും കൂടെ വെട്ടിക്കളയാം. എത്ര കിട്ടും? 15 കിട്ടും. സോ 30 × 7, 7 × 3 21 ആണ്. അപ്പോൾ 30 × 7 210 മൈനസ് 15 × 11. മക്കളെ, 11 കൊണ്ട് ഗുണിക്കുന്നത് വളരെ എളുപ്പമാണ്. ഏത് സംഖ്യയാണോ 11 കൊണ്ട് ഗുണിക്കേണ്ടത് ആ സംഖ്യയുടെ അക്കങ്ങൾ ഒരു നമ്പർ എഴുതാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതുക. അതായത് 1 കഴിഞ്ഞിട്ട് 5 എഴുതുന്നതിന് മുമ്പ് ഒരു നമ്പറിനുള്ള ഗ്യാപ്പ് ഇടുക. ഏത് വരുമെന്ന് ചോദിച്ചാൽ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ 5 ഒന്നുകൂടെ കൂട്ടി നടുക്ക് എഴുതുക. സോ 165. അപ്പോൾ 210 മൈനസ് 165 ഇത് കുറയ്ക്കുമ്പം നമുക്ക് എത്ര കിട്ടും? 45 ഡിഗ്രി എന്ന് കിട്ടും. അപ്പം ഇത് നമ്മൾ ആൻസർ ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെയ്യുക എന്നുള്ളതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം. അല്ലെങ്കിൽ നമ്മൾ 30h - 11/2 m = 45 എന്നൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യാൻ പോയാലും നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. സോ ആൻസർ ഓപ്ഷൻ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗം. സോ ആൻസർ എത്ര കിട്ടും? നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്. ഇനി ഇതിന് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. സപ്പോസ് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കിട്ടുന്ന ഉത്തരം ഉണ്ടല്ലോ മക്കളെ, ഇത് 45 ആണ് ഇപ്പം നമുക്കിവിടെ കിട്ടിയത്. ചിലപ്പോൾ നമുക്കിവിടെ 200 കിട്ടും. അതായത് 180-നേക്കാളും 180 ഡിഗ്രിയേക്കാളും വലിയ ഏതെങ്കിലും ഒരു വാല്യൂ ആണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ, എന്താ പറഞ്ഞേ, ഈ 30h - 11/2 m വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 180-നേക്കാളും വലിയ വാല്യൂ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 360 നിന്ന് അത് കുറയ്ക്കണം. അപ്പം 180 ആണ് അല്ലെങ്കിൽ 200 ആണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ 360 നിന്ന് 200 കുറച്ച് 160 ഡിഗ്രി എന്ന് വേണം നിങ്ങൾ പറയാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോളാം. ഓക്കെ, സോ അടുത്ത ചോദ്യം:
3 54 ആയാൽ അല്ലെങ്കിൽ 3:54 ആയാൽ 5:- എന്നുള്ളതാണ് ചോദ്യം. അപ്പം 3:54, 3 എങ്ങനെ 54? അപ്പം നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തോന്നും 18 കൊണ്ട് ഗുണിച്ചേക്കുവാണെന്ന് തോന്നും. പക്ഷെ 18 കൊണ്ട് ഗുണിച്ചേക്കും അല്ല. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? കാരണം എന്താ? 18 കൊണ്ട് ഗുണിച്ചേക്കും അല്ല എന്ന് ഇവിടെ പറയാൻ കാരണം എന്താ? 3നെ 18 കൊണ്ട് ഗുണിച്ചാൽ 54 കിട്ടും. പക്ഷെ 5നെ 18 കൊണ്ട് ഗുണിച്ചാൽ 90 കിട്ടുന്നത്. അത് ഓപ്ഷനിലില്ല. ഓപ്ഷനും കൂടെ നോക്കിയിട്ട് വേണം ഇത് നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ 18 കൊണ്ട് ഗുണിച്ചേക്കും അല്ല. പിന്നെ എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നത്? 3ന്റെ സ്ക്വയർ എടുത്തേ, എത്ര കിട്ടും? 9 കിട്ടും. അതിനെ 6 കൊണ്ട് ഗുണിച്ചേക്കുക അല്ലേ? സോ 3ന്റെ സ്ക്വയർ 9 × 6 ആണ് എത്ര കിട്ടിയേക്കുന്നത്? 54 കിട്ടിയേക്കുന്നത്. അപ്പോൾ 5ന്റെ സ്ക്വയർ എടുക്കുക, അതിനെ 6 കൊണ്ട് ഗുണിക്കുക. 5ന്റെ സ്ക്വയർ എത്ര? 25. അതിനെ 6 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 25 4 പ്രാവശ്യം ആകുമ്പോൾ 100, പിന്നെ 2 പ്രാവശ്യം ആകുമ്പോൾ 50. അപ്പോൾ 100 50 എത്ര കിട്ടും? 150 എന്ന് കിട്ടും. സോ ആൻസർ എത്ര? 150. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. സോ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ. അടുത്ത ചോദ്യം നോക്കാം. 1 ഗ്രാം സ്വർണത്തിന് 4500 രൂപ നിരക്കിൽ 10 ഗ്രാമിൻ്റെ ഒരു സ്വർണ്ണ മോതിരം വാങ്ങിയപ്പോൾ വിലയുടെ 3% GSTയും 10% പണിക്കൂലിയും നൽകേണ്ടി വന്നു. കൂടാതെ പണിക്കൂലിയുടെ 5% GSTയും നൽകേണ്ടി വന്നു. അപ്പോൾ ആ മോതിരത്തിൻ്റെ വില എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ 1 ഗ്രാം സ്വർണത്തിന് 4500 രൂപയാണ് വില അല്ലേ? അപ്പോൾ 1 ഗ്രാം സ്വർണത്തിന് എത്ര രൂപയാണ്? 4500 രൂപയാണ്. നമുക്ക് എത്ര ഗ്രാം വേണം? 10 ഗ്രാം വേണം. അപ്പോൾ 4500 × 10 ആണ് നമുക്ക് ആകെ സ്വർണത്തിൻ്റെ മാത്രം ചിലവ്. ഇനി ഇതിനകത്തൊരു ടാക്സ് ഒക്കെ പറയുന്നുണ്ട്. വിലയുടെ 3% നമ്മൾ GST കൊടുക്കുന്നു. വിലയുടെ 3% GST. പിന്നെ മേക്കിംഗ് ചാർജ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? അതൊരു 10%. പിന്നെ പണിക്കൂലിയുടെ 5% GST. പണിക്കൂലി എത്ര? 10%. അതിൻ്റെ 5% GST ആയിട്ടും കൊടുക്കണം. അപ്പോൾ അടുത്ത GST വരുന്നുണ്ട്. വേണമെങ്കിൽ GST2 എന്ന് വിളിക്കാം. ആദ്യം ഒരു GST 3% കൊടുത്തു, പിന്നെ മേക്കിംഗ് ചാർജ് 10%, പിന്നെ മേക്കിംഗ് ചാർജിൻ്റെ 5%. 10% എത്ര? മേക്കിംഗ് ചാർജ് 10%. 10%ൻ്റെ 10% എത്ര? അതായത് 10ൻ്റെ 10%. ഇപ്പോൾ 10% എന്നുള്ളതിന് നിങ്ങൾ 10 അങ്ങ് എടുക്കുക. അതിൻ്റെ 5% കൂടെ കണ്ടുപിടിച്ച് നമുക്ക് കൂട്ടണം. 10ൻ്റെ 10% 1 അല്ലേ? അതെ. അപ്പോൾ 5% എന്ന് പറയുമ്പോൾ 1ൻ്റെ പകുതി അര കിട്ടും. അര. അതായത് 10%ൻ്റെ 10%. സോറി, 10%ൻ്റെ 5%. 10%ൻ്റെ 10% അല്ല, 10%ൻ്റെ 5%. 10%ൻ്റെ 5% കണ്ടുപിടിക്കുമ്പോൾ 0.5% എന്ന് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിക്കുക, എത്ര കിട്ടി? 13.5%. അപ്പോൾ സ്വർണത്തിൻ്റെ വില 100% എടുത്താൽ ടാക്സും പണിക്കൂലിയും കുന്തവും കുറച്ചക്കറോ എല്ലാം കൂടെ 13.5%. അപ്പോൾ ആകെ നമ്മൾ എത്ര കൊടുക്കണം? നമുക്ക് ചിലവായ തുക എത്രയാണോ, അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ വില എത്രയാണോ അതിൻ്റെ 113.5% നമ്മൾ കൊടുക്കണം. അപ്പോൾ 4500 × 10 × 113.5% എന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് 450 × 113.5 കണ്ടുപിടിച്ചാൽ മതി. സോ 450നെ നമ്മൾ 113.5 കൊണ്ട് ഗുണിച്ചാൽ മതി. അങ്ങനെ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 51,075 എന്ന് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 51,075. ഓപ്ഷൻ സി. സോ അടുത്ത ചോദ്യം നോക്കാം. 10,000 രൂപ പ്രതിമാസ വരുമാനമുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രതിമാസ ചിലവുകൾ കാണിക്കുന്ന പൈ ചാർട്ട് ചുവടെ കൊടുത്തിരിക്കുന്നു. ഈ കുടുംബം ഭക്ഷണത്തിന് ചിലവാക്കുന്ന തുക എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ 10,000 രൂപ പ്രതിമാസ വരുമാനമുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രതിമാസ ചിലവുകൾ കാണിക്കുന്ന പൈ ചാർട്ടാണ്. ഈ പൈ ചാർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വൃത്തമാണ്. ഒരു വൃത്തത്തിന് ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിന് ചുറ്റുമുള്ള കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ ആ 360 ഡിഗ്രിയിൽ 90 ഡിഗ്രി ആകെ 360 ഡിഗ്രിയാണ്. അതായത് ഈ 360 ഡിഗ്രി എന്ന് പെർസെൻറ്റേജ് അല്ല, 360 ഡിഗ്രി എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ടോട്ടലായിട്ട് എടുക്കുക. അതായത് നമ്മുടെ ടോട്ടൽ അവരുടെ ഇൻകം 10,000 രൂപയാണല്ലോ. 10,000 രൂപയാണ് അവരുടെ ടോട്ടൽ ഇൻകം. ആ 10,000 രൂപയിൽ അല്ലെങ്കിൽ ആ ടോട്ടൽ 360 ഡിഗ്രിയിൽ 90 ഡിഗ്രി ഭക്ഷണത്തിന് വേണ്ടി, 70 ഡിഗ്രി വാടക, 40 ഡിഗ്രി വിനോദം, 30 ഡിഗ്രി സമ്പാദ്യം, 50 ഡിഗ്രി ചികിത്സ, 80 ഡിഗ്രി വിദ്യാഭ്യാസം. ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കുന്നത് 960 ഡിഗ്രിയാണ്. സോറി, 960 അല്ല, 900 ഡിഗ്രി. 90 ഡിഗ്രി. ഇതെന്താണിത്? നാക്കിനെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കുന്നത് 90 ഡിഗ്രിയാണ്.
അപ്പോൾ ഈ ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കുന്നത് എത്ര രൂപയാണെന്നാണ്. അതായത് ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കുന്നത് 90 എത്രയിൽ? ആകെ 360-ൽ 90 ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കുന്നത്. അപ്പോൾ 10,000-ൽ അത് എത്രയാണ് എന്നാണ് ചോദ്യം. അതായത് ഇതിനെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് 1/4 എന്ന് കിട്ടും. 10,000 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടും? 2,500. 2,500 ശരിയാണോ? യെസ്, 2,500 ഓപ്ഷൻ എ. അടുത്ത ചോദ്യം നോക്കാം. ഒരു കുടുംബത്തിൻ്റെ പ്രതിമാസ ചെലവുകൾ കാണിക്കുന്ന പൈചാർട്ടിൽ ചികിത്സാ ചെലവ് കാണിച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ കോണളവ് 72 ഡിഗ്രി ആണെങ്കിൽ ചികിത്സാ ചെലവ് ആകെയുള്ളതിൻ്റെ എത്ര ശതമാനം? അപ്പോൾ പൈചാർട്ടിനെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ ആകെ ഉള്ളത് എപ്പോഴും നിങ്ങൾ 360 ഡിഗ്രി ആയിട്ട് എടുക്കണം. ആ 360 ഡിഗ്രിയിൽ ചികിത്സാ ചെലവ് 72 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 360-ൽ 72 എന്നുള്ളതാണ് ചികിത്സയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് എത്ര ശതമാനം? ഇൻറ്റു 100 അല്ലേ? അപ്പോൾ ദാണ്ട് ഈ 0 അങ്ങ് കട്ട് ചെയ്തു പോകും. 72-നെ 36 കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടും. 2 × 10 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ് മക്കളെ? 20%. കണ്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്തത്, ജോണും ദീപുവും ചേർന്ന് ഒരു ജോലി ചെയ്തു തീർക്കാൻ 45 ദിവസം എടുക്കുന്നു. എന്നാൽ ജോൺ ഒറ്റയ്ക്ക് ആ ജോലി 70 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ദീപു ഒറ്റയ്ക്ക് ആ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പം ജോണും ദീപുവും ചേർന്ന് ഒരു ജോലി ചെയ്യാൻ 45 ദിവസം വേണം. ഓക്കെ. എന്നാൽ ജോൺ ഒറ്റയ്ക്ക് ആ ജോലി ചെയ്യാനായിട്ട് 70 ദിവസവും വേണം. ജോൺ ഒറ്റയ്ക്ക് ആ ജോലി ചെയ്യാനായിട്ട് 70 ദിവസവും വേണം. ദീപു ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്യുമെന്നാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ ടൈം ആൻഡ് വർക്കിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് വേറൊരു കളർ എടുക്കാം. അപ്പം ജോണും ദീപുവും കൂടെ ഒരു ജോലി ചെയ്യാൻ X ഡേയ്സ് എടുക്കുന്നു എന്ന് വിചാരിക്കുക. ജോൺ ഒറ്റയ്ക്ക് ഒരു ജോലി ചെയ്യാൻ Y ഡേയ്സ് എടുക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദീപു ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ XY ഡിവൈഡഡ് ബൈ X - Y ഡേയ്സ് കൊണ്ട് ചെയ്യും. അതായത് ഒരാൾ ഒറ്റയ്ക്ക് ഒരു ജോലി ചെയ്യാൻ X ദിവസം എടുക്കുന്നു, അല്ലെങ്കിൽ 2 പേർ ഒറ്റയ്ക്ക് ഒരു ജോലി ചെയ്യാൻ X ദിവസം എടുക്കുന്നു. ഒരാൾ ഒറ്റയ്ക്ക് ഒരു ജോലി ചെയ്യാൻ Y ദിവസം എടുക്കുന്നു എങ്കിൽ മറ്റേയാൾ ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ XY ഡിവൈഡഡ് ബൈ X - Y. അപ്പോൾ ഇവിടെ നമുക്ക് 45 × 70 ഡിവൈഡഡ് ബൈ 45-ഉം 70-ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 25. അപ്പോൾ നമ്മളിവിടെ വെട്ടുമ്പോൾ 25-ൽ 5 പ്രാവശ്യം, 45-ൽ 5 9 പ്രാവശ്യം, 5-ഉം 7-ഉം കൂടെ 70 കൂടെ വെട്ടുമ്പോൾ എത്ര കിട്ടും? 14. 14 × 9 എന്ന് പറയുമ്പോൾ 126 ദിവസം എന്ന് കിട്ടും. സോ ആൻസർ എത്രയാണ്? 126 ദിവസം. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഒരു സ്കൂളിലെ ആകെ കുട്ടികളിൽ 60% ആൺകുട്ടികളാണ്. പെൺകുട്ടികളുടെ ആകെ എണ്ണം 500 ആയാൽ ആ സ്കൂളിൽ എത്ര ആൺകുട്ടികളുണ്ട്? ഒരു സ്കൂളിലെ ആകെ കുട്ടികളിൽ 60% ആൺകുട്ടികളാണ്. പെൺകുട്ടികളുടെ ആകെ എണ്ണം 500 ആയാൽ ആ സ്കൂളിൽ ആകെ എത്ര ആൺകുട്ടികളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പം 60% ആൺകുട്ടികളാണ്, പെൺകുട്ടികളുടെ എണ്ണം 500 അപ്പം മക്കളെ 60% ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികൾ 40% ആയിരിക്കും. ആ 40% 500 പറഞ്ഞിട്ടുണ്ട്. 40% 500 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആൺകുട്ടികൾ എത്രയാണ്? 60% അല്ലേ? 40% 500 ആണെങ്കിൽ 20% അതിൻ്റെ പകുതി 250 ആയിരിക്കും. ആൺകുട്ടികളെ റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂ 60%. 20% 250 ആണെങ്കിൽ 60% എത്ര? 20-നെ 3 കൊണ്ട് ഗുണിച്ചാലാണ് 60% കിട്ടുക. അപ്പോൾ 20% 250 ആണെങ്കിൽ 60% 250 × 3 750. സോ പേനയും പേപ്പറും എടുക്കാതെ തന്നെ നമുക്ക് ആൻസറിലേക്ക് പോവാം. ഇനി നിങ്ങൾക്ക് പേന എടുത്ത് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ടോട്ടൽ 100% എന്ന് എഴുതുക. അതിൽ 2 കാറ്റഗറി ഉണ്ട്, ബോയ്സും ഗേൾസും. 60% ആൺകുട്ടികളാണ്. ബോയ്സ് 60% ആണ്. അപ്പോൾ ഗേൾസ് എത്ര ആയിരിക്കും മക്കളെ? 40% ആയിരിക്കും. അതിൽ പെൺകുട്ടികളുടെ എണ്ണം 40% നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എത്രയാണെന്ന്? 40% 500 ആണ്. സോ 60% എത്ര? അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക. 40% 500 ആണെങ്കിൽ
20% അതിൻ്റെ പകുതി ആയിരിക്കത്തില്ലേ, 250 ആയിരിക്കും. ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുമ്പോൾ എത്രയാണ്? 60% ആണ്. 60% കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 20നെ 3 കൊണ്ട് ഗുണിച്ചാലല്ലേ 60 കിട്ടുക അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഗുണിക്കുക. 250നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 750. ഇനി അല്ല, ചിലർ എന്ത് ചെയ്യുമെന്നറിയോ, കുറച്ചുകൂടെ ഡയറക്റ്റ് മെത്തേഡിൽ അങ്ങ് ചെയ്യും. എന്ന് പറയുമ്പോൾ എത്രയാണ്? ഈ 40% എന്ന് പറയുന്നത് 500 അല്ലേ? സോ 500 എന്ന് പറയുന്നത് 40%. അപ്പോൾ 1% കാണാനായിട്ട് 500നെ 40 കൊണ്ട് ഹരിക്കും. ഇൻറ്റു 60% കിട്ടാനായിട്ട് അതിന് 60 കൊണ്ട് ഗുണിക്കും. അപ്പോഴും സെയിം വാല്യൂ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക അല്ലേ? 750 എന്ന് തന്നെ. അപ്പോൾ ഏത് മെത്തേഡിൽ ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം, എത്ര എളുപ്പം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിലാണ്, എത്ര സമയം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലാഭിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് തോന്നുന്നത് ആ മെത്തേഡിൽ തന്നെ ചെയ്യുക, അതിൽ യാതൊരു കുഴപ്പമില്ല. ഓക്കെ, അടുത്ത ചോദ്യം 14, 20, 26 എന്ന സമാന്തര ശ്രേണിയുടെ 40ാം പദം കണ്ടുപിടിക്കുക. സോ 14, 20, 26 എന്ന സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 ആണ്. 14, 6, 20, 20, 6, 26. സോ കോമൺ ഡിഫറൻസ് D ഈസ് ഈക്വൽ ടു 6 ആണ്. എ എന്ന് പറയുന്നത് ആദ്യ പദം 14 ആണ്. എൻ എന്ന് പറയുന്നത് 40 ആണ് അല്ലേ? സോ എയും ഡിയും എന്നും ഉണ്ട്. 40ാം പദം എന്ന് പറയുമ്പോൾ എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. എ എന്ന് പറയുമ്പോൾ 14 പ്ലസ് n മൈനസ് 1, 40ൽ നിന്ന് 1 അങ്ങ് കുറയ്ക്കുക, എത്ര കിട്ടും? 39 ഇൻറ്റു ഡി. കോമൺ ഡിഫറൻസ് എത്രയാണ്? 6 ആണ് അല്ലേ? അപ്പോൾ 9 ഇൻറ്റു 6 54, റിമൈൻഡർ 5, 6 ഇൻറ്റു 3 18, 18 5 23. സോ 234 പ്ലസ് 14. 234ഉം 14ഉം കൂടെ കൂട്ടി എത്ര കിട്ടും? 234ഉം 10ഉം 244, 4ഉം 248, 248 എന്ന് കിട്ടും. 248. അടുത്ത ചോദ്യം ഒരു ബോട്ട് മാസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. 54 ഇൻറ്റു 6 മൈനസ് 12 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 16 ഇൻറ്റു 4 പ്ലസ് 32/2. പക്ഷേ ഇതിലെ സൈൻ എല്ലാം നമ്മൾ മാറ്റണം. അതിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് എഴുതാം. 54 ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഇൻറ്റു എന്നാൽ മൈനസ് ആണ്. ഓക്കെ, പിന്നെ എന്താണ്? 6. ഓക്കെ, നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസിനെ ഡിവിഷൻ. ഓക്കെ, അപ്പം ഇതിനെ ഡിവിഷൻ ആക്കി. 12 ഇൻറ്റു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈനസ് ആണെന്നറിയാം, 4. ഓക്കെ, ഡിവൈഡഡ് ബൈ 8 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസിനെ ഇൻറ്റു ആണ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ഇൻറ്റു ഇൻറ്റുവിനെ ഇൻറ്റു മൈനസ് ആണെന്ന് പറഞ്ഞല്ലോ, മൈനസ് 4 പ്ലസ് എന്ന് പറഞ്ഞാൽ പ്ലസിനെ ഇൻറ്റു. ഓക്കെ, ഇൻറ്റു 32. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷനെ പ്ലസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഡിവിഷനെ പ്ലസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 32 പ്ലസ് 2. ഓക്കെ, നമുക്കിനി ഇത് സോൾവ് ചെയ്യാം. 50 ആദ്യം ബ്രാക്കറ്റ് ചെയ്യണമെന്നാണ്. സോ 54 മൈനസ് 6 എത്ര കിട്ടും നമുക്ക്? 48 ഡിവൈഡഡ് ബൈ 12 മൈനസ് 4 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 8. 16 ഇൻറ്റു 4 64 ആണ്. അപ്പോൾ ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 128 മൈനസ് 32 ഇൻറ്റു 4 അതും 128 ആണ്, പ്ലസ് 2. സോ 48 ബൈ 12 എന്ന് പറയുമ്പോൾ 4 മൈനസ് 4 ഡിവൈഡഡ് ബൈ 128 മൈനസ് 128 എത്ര കിട്ടും? 0 പ്ലസ് 2 2. സോ 4 മൈനസ് 4 0 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 0 എന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ ദി ആൻസർ ഇസ് 0. ഓപ്ഷൻ സി 0 എന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ ആ ബോട്ട് മാസ് റൂൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. പ്ലസും മൈനസും അഡീഷനും സബ്ട്രാക്ഷനും മാത്രമാണെങ്കിൽ ബോട്ട് മാസ് നോക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ബ്രാക്കറ്റും ഓഫും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബോട്ട് മാസ് റൂൾ നോക്കിയാൽ മതി. ഓക്കെ, സോ അടുത്തത് 12, 15 ഒരു ക്ലോക്കിലെ 2 സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര? അപ്പോൾ നമ്മൾ ക്ലോക്ക് ഇങ്ങനെ വരച്ച് നോക്കും സാധാരണ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് 12:15. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് 90 ഡിഗ്രിയാണ്, ഓപ്ഷൻ സി ആണെന്ന് മാർക്ക് ചെയ്യും, പക്ഷേ തെറ്റാണ്. അപ്പം എന്ത് ചെയ്ത് നോക്കുക? 30h മൈനസ് 11/2 m ചെയ്ത് നിങ്ങൾ നോക്കണം. അപ്പോൾ 30h എന്ന് പറയുമ്പോൾ 30 ഇൻറ്റു 12 മൈനസ്
11/2 ഇൻറ്റു 15. അപ്പോൾ ഇതെത്ര കിട്ടും നമുക്ക്? 360 മൈനസ് 165 ഡിവൈഡഡ് ബൈ 2. 165 എങ്ങനെ കിട്ടിയേ? 15 ഇൻറ്റു 11. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 എഴുതുക, 5 എഴുതുക, 5 1 6. 165/2. അപ്പോൾ 360 മൈനസ് 165/2 എന്ന് പറയുമ്പോൾ നമുക്ക് 82.5 എന്ന് കിട്ടും. സോ 360 നിന്ന് നമ്മൾ 82.5 കുറയ്ക്കുക. 360 നിന്ന് 82.5 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 277.5 എന്ന് നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞു ഇതൊരിക്കലും ഉത്തരവായിട്ട് എടുക്കരുത്. കാരണം എന്താ? ഇത് ആൻസറായിട്ട് എടുക്കരുത്. കാരണം എന്താ? കിട്ടുന്ന വാല്യൂ ഇങ്ങനെ 30h മൈനസ് 11/2 m ചെയ്ത് കിട്ടുന്ന വാല്യൂ 180നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് 360 നിന്ന് കുറച്ചിട്ട് വേണം എഴുതാനായിട്ട്. സോ ആൻസർ എത്ര? 360 മൈനസ് 277.5. അപ്പം നമുക്ക് എത്ര കിട്ടും? ഇത് നമ്മൾ 360 നിന്ന് കുറയ്ക്കണം. 360 നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 82.5 ഡിഗ്രി, 82.5 ഡിഗ്രി. ശരിയാണോ? യെസ്, ഓപ്ഷനിലുണ്ട് 82.5 ഡിഗ്രി. അല്ലാതെ ഈ ചിലപ്പോൾ നിങ്ങളുടെ കഷ്ടകാലത്തിന് 277.5 ഡിഗ്രി എന്ന് ഓപ്ഷനിൽ കാണും. അപ്പോൾ അത് ശരിയാണെന്നും പറഞ്ഞ് എടുത്ത് വെക്കരുത്, അത് തെറ്റാണ്. എന്താണ് കാര്യം? 360 നിന്ന് കുറച്ചിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അടുത്ത ചോദ്യം. ഒരു പരീക്ഷയിൽ 30% കുട്ടികൾ വിജയിച്ചു. വിജയിച്ച കുട്ടികളുടെ എണ്ണം 60 ആണെങ്കിൽ പരാജയപ്പെട്ടവരുടെ എണ്ണം എത്ര? അപ്പം ഇതും മനസ്സിലാലോചിച്ച് ചെയ്യാം. 30% വിജയിച്ചു, അത് 60 ആണ്. സോ 30% 20 ആണ്. 30% 60 ആണ്. 1% എത്ര? 60/30 2. തോറ്റത് 30% ജയിച്ചെങ്കിൽ 70% തോറ്റു കാണും. 1% 2 കിട്ടി. 70% എത്ര? 140. സോ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അതല്ല, നിങ്ങൾക്ക് അങ്ങനെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കോ. ടോട്ടൽ 100% ആയിട്ട് എടുക്കുക. അതിൽ പാസ്സാവുകയും ചെയ്തു കുറച്ച് പേര് ഫെയിൽ ആവുകയും ചെയ്തു. പാസ്സായത് എത്രയാണ്? 30%. 30% പാസ്സായാൽ അതിൻ്റെ അർത്ഥം 70% ഫെയിലായെന്നാണ്. ആ 30% പേര് വിജയിച്ചു. വിജയിച്ച കുട്ടികളുടെ എണ്ണം 60 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 30% 60 ആണ്. 30 മുട്ടായിക്ക് 60 രൂപയാണ്. ഒരു മുട്ടായിക്ക് അപ്പോൾ എത്ര? 60/30 2 കിട്ടും. എന്തോ കണ്ടുപിടിക്കണ്ടേ? 70 കണ്ടുപിടിക്കണ്ടേ. 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 70 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും മക്കളെ? 140. സോ ആൻസർ എത്ര? ഓപ്ഷൻ സി 140. അടുത്ത ചോദ്യം നോക്കാം. ഒരു ത്രികോണത്തിൻ്റെ കോണളവുകൾ 2:3:4 എന്ന അംശബന്ധത്തിലാണ്. ആ ത്രികോണത്തിലെ ഏറ്റവും വലിയ കോണും ഏറ്റവും ചെറിയ കോണും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്കറിയാം, ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ആ 180 ഡിഗ്രിയാണ് ഇവർ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 2:3:4 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2:3:4 എന്ന റേഷ്യോയിലാണ് ഏതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു 180 ഡിഗ്രിയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുക. 3 2 5 4 9. 9 എന്ന് പറയുന്നതായിരിക്കും 180. അപ്പോൾ 1 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 180 ഡിവൈഡഡ് ബൈ 9 എത്ര കിട്ടും? 20 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് പറയുന്നത് 20 ആണെന്ന് കിട്ടി. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏറ്റവും വലിയ അളവും ഏറ്റവും ചെറിയ അളവും തമ്മിലുള്ള വ്യത്യാസം. അപ്പം 4-ൽ നിന്ന് 2 കുറച്ചാൽ എത്ര കിട്ടും? 2 കിട്ടും. 1 എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 40 ആയിരിക്കും. സോ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി 40. അടുത്ത ചോദ്യം നോക്കാം. 25 കിലോഗ്രാമിൻ്റെ എത്ര ശതമാനമാണ് 3.5? വളരെ എളുപ്പമാണ്. 25-ലല്ലയോ 3.5 വന്നേക്കുന്നത്? അതെ, 25-ന് 3.5 എന്ന് പറയുമ്പം 50-ന് അത് 7 ആയിരിക്കും, 100-ന് അത് എത്ര ആയിരിക്കും? 14 ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ 25 കിലോഗ്രാമിൻ്റെ ശതമാനം എന്ന് പറഞ്ഞാൽ എന്താ? 100-ലാക്കുക. 25-നെ അങ്ങ് 100 ആക്കുക. 25-നെ 100 ആക്കാൻ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3.5 എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 3.5-യുടെ ഇരട്ടി 7, 7-ൻ്റെ ഇരട്ടി 14. സോ ആൻസർ എത്രയാണ്? 14%. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. 3.5 ഇസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് 25 × 100. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടും. 25 100 കിട്ടുമ്പോൾ 4, 3.5 4 കൊണ്ട് ഗുണിച്ചാൽ 14%. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നേരിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാലോചിച്ച് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 25-ന് 3.5 ആണെങ്കിൽ 50-ന് 7 ആയിരിക്കും, 100-ന് 14 ആയിരിക്കും. അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം. 2 സംഖ്യകളുടെ തുക 75-ഉം അവയുടെ വ്യത്യാസം 20-ഉമാണ് എങ്കിൽ ആ സംഖ്യയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം എത്ര? 2 സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ മക്കളെ A+B ആണ്. A+B എത്ര? 75. വ്യത്യാസം എന്ന് പറയുമ്പോൾ എന്താ? A-B ആയിരിക്കും. അതെത്രയാണ്? 20 ആണ്. ഓക്കെ. വർഗ്ഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ A² നിന്ന് B² കുറയ്ക്കുക. അപ്പോൾ എന്താ ഈ സംഭവം എന്ന് പറഞ്ഞാൽ എന്തുവാ? A+B × A-B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എ പ്ലസ് ബി എ മൈനസ് ബി കൊണ്ട് ഗുണിക്കണം. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എത്ര? 75. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എത്ര? 20. 75നെ 20 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 75നെ 2 കൊണ്ട് ഗുണിച്ചാൽ 180 കിട്ടും. അപ്പോൾ 20 കൊണ്ടാകുമ്പോൾ ഒരു 0 കൂടെ കൊടുക്കുക, 1500. സോ ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. അവധിക്കാലത്ത് ബന്ധുവീട്ടിൽ പോയ രാമു ആ വീട്ടിലെ മാവിൽ നിന്നും ആദ്യത്തെ ദിവസം 21 മാങ്ങ, അടുത്ത ദിവസം 19 മാങ്ങ, അടുത്ത ദിവസം 17 മാങ്ങ, അങ്ങനെ മാങ്ങ പെറുക്കി അവസാനത്തെ ദിവസം 5 പെറുക്കി. അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഈ ശ്രേണിയുടെ തുക കണ്ടുപിടിക്കണം. ആകെ പറിച്ച മാങ്ങയുടെ എണ്ണം. അപ്പോൾ ഇതിൻ്റെ തുക കണ്ടുപിടിക്കുക. തുക കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് n കണ്ടുപിടിക്കണം. n കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? n-ആം പദം എന്താ? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അവസാനത്തെ പദം 5 ആണ്. സോ എ എന്ന് പറയുമ്പോൾ 21 പ്ലസ് n മൈനസ് 1 നമുക്കറിയത്തില്ല. ഡി എന്ന് പറയുമ്പോൾ എത്ര? 2 വീതമാണ് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ എത്ര കിട്ടി? 5 എന്ന് കിട്ടി. ഓക്കെ. സോ n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് n ഈസ് ഈക്വൽ ടു, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ n നമുക്ക് 9 എന്ന് കിട്ടും. n എത്ര കിട്ടി? 9 എന്ന് കിട്ടി. ഇനിയിപ്പോൾ എന്താണ്? ഇനി ഇതിൻ്റെ തുക കണ്ടുപിടിക്കണം. തുക കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 2 ഇക്വേഷൻ ഉണ്ട്. ഒന്നുകിൽ n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ n/2 ഇൻറ്റു t1 പ്ലസ് tn എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ഇൻറ്റു n/2. അപ്പോൾ n എന്ന് പറയുമ്പോൾ ഇവിടെ 9 ആണ്. 9/2 ഇൻറ്റു t1 പ്ലസ് tn എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 21 പ്ലസ് 5. സോറി, ഇവിടെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുമ്പോൾ -2 ആണ് കേട്ടോ. -2 എടുക്കേണ്ടത്, കാരണം കുറഞ്ഞു പോകല്ലേ, കൂടി പോകല്ലോ. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു -2 ആണ് കേട്ടോ. അത് ശ്രദ്ധിച്ചോണേ. സോ ഇവിടെ 9/2 ഇൻറ്റു 26 എന്ന് കിട്ടും. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് 13. 13നെ 9 കൊണ്ട് ഗുണിച്ചാൽ 10 കൊണ്ട് ഗുണിച്ചാൽ 140 ആണ്. അതിൽ നിന്ന് 13 കുറയ്ക്കുക. എത്ര കിട്ടും നമുക്ക്? 117 എന്ന് ആൻസർ കിട്ടും. സോ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി, 117. ഓക്കെ. സോ എനിക്ക് തോന്നുന്നു ഒരു 16ഓളം ചോദ്യങ്ങൾ, ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ ഒന്നും ഇട്ടിട്ടില്ല. ഈ ചോദ്യങ്ങൾ അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, അതേപോലെ തന്നെ ഞാൻ സ്കാൻ ചെയ്ത് ഇങ്ങോട്ട് കയറ്റുമായിരുന്നു. ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്യാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല, പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക. രസകരമായ ചോദ്യങ്ങളാണ്. ചില ചോദ്യങ്ങൾ ഒരല്പം ആലോചിക്കേണ്ടതാണ്, എന്നാൽ വളരെ എളുപ്പവുമാണ്. സോ ഇതേപോലെയുള്ള ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ മക്കളെ. നമുക്കിനി വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, LD ക്ലർക്ക് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു ക്രാഷ് കോഴ്സ് നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട്. ധാരാളം വീഡിയോ ലെസൺസ് അതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റുകളും ഒക്കെ അവൈലബിൾ ആണ്. സോ താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡൗൺലോഡ് ചെയ്ത് കൂടെ നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം.